ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, മാനസാന്തരവും ക്ഷമയും അനുസരണവും ഒന്നിനോടൊന്ന് ഒരു ചങ്ങല പോലെ ബന്ധപ്പെട്ടിരിക്കുന്നതായി ബൈബിളിൽ നാം കാണുന്നു. നാം എല്ലാം പാപികളാണ്, അല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? റോമർ 3:23, റോമർ 3:10, 1 യോഹന്നാൻ 1:8 എന്നിവ വായിക്കുക. അതിൽ 1 യോഹന്നാൻ 1:8 പറയുന്നു, ശ്രദ്ധിക്കൂ: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നാം മനുഷ്യർ പാപികളാണ്. ചെയ്ത പാപങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകാം. ചിലപ്പോൾ നാം അത് മനഃപൂർവ്വം അവഗണിക്കാം. ചെയ്ത തെറ്റുകളെക്കുറിച്ച് നമ്മിൽ ബോധം വരുന്ന ആ അവസ്ഥയ്ക്ക് വരുന്ന പേരാണ് അനുതാപം. അനുതാപം മാത്രം ഉണ്ടായാൽ കാര്യമില്ല, അടുത്ത പടിയായ മാനസാന്തരം ഉണ്ടാകണം. എന്താണ് മാനസാന്തരം? മാനസാന്തരം ഒരു നിഷ്ക്രിയ പ്രവൃത്തിയല്ല. അനുതാപം വന്ന നാം പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതാണ് മാനസാന്തരം. അപ്പോൾ ആ പ്രവൃത്തിക്ക് നല്ല ഫലമുണ്ടാകും. അനുതാപം മാത്രമായാൽ ഫലം നല്ലതാകാൻ സാധ്യതയില്ല. ഉദാഹരണമായി, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് അനുതാപമുണ്ടായി, പക്ഷേ മാനസാന്തരമുണ്ടായില്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് അനുതാപവും മാനസാന്തരവും ഉണ്ടായി. ദൈവത്തിങ്കിലേക്ക് അടുത്തു. യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. മാർക്കോസ് 1:15, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ പിന്നെ മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നു. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്ന പോലെ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. മത്തായി 6:12 കേൾക്കൂ: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയ നമ്മുടെ ഹൃദയം 1 യോഹന്നാൻ 1:7 പറയുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധമാക്കപ്പെടുന്നു. ആ ശുദ്ധ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹമുണ്ടാകുന്നു. അങ്ങനെ ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്താൽ സ്നേഹിക്കാനാകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് യേശു പറയുന്നുണ്ട്. യോഹന്നാൻ 14:15 കേൾക്കൂ: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അതാണ് അനുസരണം. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായി ദൈവത്തെ അനുസരിക്കുന്നു, കൽപ്പനകൾ പാലിക്കുന്നു. പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ, അതായത് മാനസാന്തരപ്പെടുമ്പോൾ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, എപ്പോഴും ജീവിക്കുന്ന ദാനമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. ലോകത്തിന് സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരാത്മാവ്. ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവ് നമ്മുടെ സഹായിയും ഉപദേഷ്ടാവുമാണ്. അങ്ങനെ മാനസാന്തരത്തിലൂടെ, പാപക്ഷമയിലൂടെ, അനുസരണത്തിലൂടെ ദൈവത്തിനോട് നമുക്ക് പറ്റിച്ചേരാനാകും. പിന്നെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകില്ല, അകന്നു പോകാനാവില്ല. ആ സാന്നിധ്യം നമുക്ക് അത്രയേറെ സന്തോഷവും സമാധാനവും തരും. ലോകം തരുന്നത് പോലെയല്ല സഹോദരങ്ങളെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.